ഹായ് ഓൾ, വെൽക്കം ടു PSC മെമ്മറൈസ്. 2024 ഫെബ്രുവരി 3 തൊഴിൽ വാർത്തയിൽ വന്ന കറണ്ട് അഫയേഴ്സും അതിൻ്റെ വിശദാംശങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഈ വീഡിയോ പാർട്ട് 2 ആണ്. ഇതിൻ്റെ മുമ്പുള്ള വീഡിയോൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ അതും കൂടി കാണുക. ദേശീയ സ്റ്റാർട്ടപ്പ് റാങ്കിങ്ങിൽ കേരളത്തിന് ബെസ്റ്റ് പെർഫോമർ പുരസ്കാരം ലഭിച്ചു. സ്റ്റാർട്ടപ്പ് രംഗത്തെ പ്രകടനം വിലയിരുത്തി കേന്ദ്ര വാണിജ്യ മന്ത്രാലയവും സ്റ്റാർട്ടപ്പ് ഇന്ത്യയും സംയുക്തമായാണ് ദേശീയ തലത്തിൽ റാങ്കുകൾ നൽകുന്നത്. ഗുജറാത്ത്, കർണാടക എന്നിവയാണ് ബെസ്റ്റ് പെർഫോമർ പട്ടികയിലുള്ള മറ്റ് സംസ്ഥാനങ്ങൾ. കഴിഞ്ഞ 3 തവണയായി കേരളം ടോപ്പ് പെർഫോമർ ബഹുമതിയും നേടിയിരുന്നു. കാർഗിലിലെ എയർ സ്ട്രിപ്പിൽ ആദ്യമായി രാത്രിയിൽ ലാൻഡിംഗ് നടത്തി വ്യോമസേനയുടെ C-130J വിമാനം. സമുദ്രനിരപ്പിൽ നിന്ന് 2676 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കാർഗിൽ പ്രദേശത്ത് മോശം കാലാവസ്ഥ കാരണം വിമാനങ്ങൾക്ക് ലാൻഡിംഗ് ഏറെ ദുഷ്കരമായിരുന്നു. ഒറ്റ കപ്പലിൽ 3300 കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ സാധിക്കുന്ന വിമാനമാണ് C-130J സൂപ്പർ ഹെർക്കുലിസ്. സഞ്ചാരികളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമായി ദുബായ് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. ട്രാവൽ ബുക്കിംഗ് ആൻഡ് റിവ്യൂ പ്ലാറ്റ്ഫോമായ ട്രിപ്പ് അഡ്വൈസറിന്റെ 2024 ട്രാവലേഴ്സ് ചോയ്സ് പുരസ്കാരമാണ് ദുബായ്ക്ക് ലഭിച്ചത്. തുടർച്ചയായി 3-ാം വർഷമാണ് ദുബായ് ഈ പുരസ്കാരം നേടുന്നത്. ബാലിയാണ് 2-ാം സ്ഥാനത്ത്. 5-ാം ക്ലാസ് മുതലുള്ള പാഠപുസ്തകങ്ങളിൽ തൊഴിൽ പഠനം വിദ്യാഭ്യാസ വകുപ്പ് ഉൾക്കൊള്ളിച്ചു. കുട്ടികളിൽ തൊഴിൽ മനോഭാവം വളർത്തുന്നതിന്റെ ഭാഗമായാണ് പുതിയ തീരുമാനം. ആഴ്ചയിൽ 2 ദിവസമുള്ള ക്ലാസുകൾ ഇതിനായി വിനിയോഗിക്കും. ഹയർ സെക്കൻഡറി തലത്തിൽ പ്രത്യേക തൊഴിൽ മേഖലയിൽ പ്രാവീണ്യം വളർത്താനുള്ള പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്താനും തീരുമാനമായി. രാജ്യത്ത് 9 വർഷത്തിനിടെ 24.82 കോടി പേർ ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തി നേടിയതായി നീതി ആയോഗ്. ബഹുതല ദാരിദ്ര്യം 2013-14 29.17% നിന്ന് 2022-23 11.28% കുറഞ്ഞു. ഉത്തർപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ ദാരിദ്ര്യമുക്തി. 9 വർഷം മുൻപ് 1.24% കേരളത്തിന്റെ ദാരിദ്ര്യ സൂചിക. 2023 0.48% കുറഞ്ഞു. മാതൃമരണ നിരക്ക്, പോഷകാഹാരം, ബാങ്ക് അക്കൗണ്ട് ഉൾപ്പെടെയുള്ള 12 മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കിയാണ് കണ്ടെത്തൽ. നിപ്പ വൈറസിനെതിരെയുള്ള മനുഷ്യരിലെ ആദ്യ വാക്സിൻ പരീക്ഷണം ആരംഭിച്ചു. ഓക്സ്ഫോർഡ് സർവകലാശാലയിലാണ് പരീക്ഷണങ്ങൾ നടക്കുന്നത്. പ്രാഥമിക ഘട്ടത്തിൽ 18 മുതൽ 51 വയസ്സ് പ്രായമുള്ള 51 പേരിലാണ് പരീക്ഷണങ്ങൾ നടക്കുന്നത്. നിലവിൽ അംഗീകൃത വാക്സിനോ ചികിത്സയോ ഇല്ലാത്ത മാരക രോഗക്കാരിയാണ് നിപ്പ വൈറസ്. എവറസ്റ്റ് ബേസ് ക്യാമ്പിലെത്തുന്ന പ്രായം കുറഞ്ഞ വ്യക്തി എന്ന നേട്ടം ചെക്ക് റിപ്പബ്ലിക്കിലെ സാറ എന്ന 4 വയസ്സുകാരി സ്വന്തമാക്കി. സമുദ്രനിരപ്പിൽ നിന്ന് 5364 മീറ്റർ ഉയരത്തിലാണ് ബേസ് ക്യാമ്പ്. 2023 പ്രിഷ ലോകേഷ് നികാജുവിന്റെ പേരിലുള്ള റെക്കോർഡാണ് സാറ മറികടന്നത്. 2023 ഫിഫയുടെ മികച്ച താരമായി അർജന്റീനയുടെ ലയണൽ മെസ്സി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. 2019, 2022 വർഷങ്ങളിലും മെസ്സി പുരസ്കാരം നേടിയിരുന്നു. നേട്ടത്തോടെ ഏറ്റവും കൂടുതൽ ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം നേടുന്ന താരമെന്ന ബഹുമതി മെസ്സി സ്വന്തമാക്കി. സ്പെയിനിന്റെ ഐറ്റാന ബോൺമാറ്റിയാണ് മികച്ച വനിതാ താരം. മികച്ച ടീമിനുള്ള ഫെയർ പ്ലേ പുരസ്കാരം ബ്രസീൽ ടീമിന് ലഭിച്ചു. ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് നൽകുന്ന 53ാമത് ഓടക്കുഴൽ പുരസ്കാരം കവി PN ഗോപകൃഷ്ണന്. കവിത മാംസഭോജിയാണ് എന്ന കാവ്യ സമാഹാരത്തിനാണ് അവാർഡ്. 30,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഇടിക്കാലൂരി പരമ്പട്ടടി എന്ന കൃതിക്ക് 2014
കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിരുന്നു. മഹാകവി ജി ശങ്കരക്കുറുപ്പ് സ്ഥാപിച്ചതാണ് ഗുരുവായൂരപ്പൻ ട്രസ്റ്റ്. 1968 മുതലാണ് പുരസ്കാരം നൽകി വരുന്നത്. സംഗീത സംവിധായകൻ KJ ജോയ് അന്തരിച്ചു. അക്കോർഡിയൻ എന്ന സംഗീതോപകരണം കൈകാര്യം ചെയ്യുന്നതിൽ വിദഗ്ധനായിരുന്നു. സർപ്പം, ലിസ, തരംഗം തുടങ്ങിയ 65ഓളം മലയാള ചിത്രങ്ങളിലെ ഗാനങ്ങൾക്ക് സംഗീതം സംവിധാനം നൽകി. സാഹിത്യകാരി KB ശ്രീദേവി അന്തരിച്ചു. യജ്ഞം, മുഖത്തോട് മുഖം, മൂന്നാം തലമുറ, ശ്രീകൃഷ്ണ കഥ, കൂരൂർ അമ്മ, ഭാഗവത പര്യടനം തുടങ്ങി നിരവധി ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. മാനവ സംസ്കൃതി സംസ്ഥാന കമ്മിറ്റി ഏർപ്പെടുത്തിയ 2023 PT തോമസ് പുരസ്കാരം ലഭിച്ചത്. ഉത്തരം പ്രൊഫസർ M മാധവ് ഗാഡ്ഗിൽ. ഭാവി സാധ്യതാ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം. ഉത്തരം 35. 2024 ലോക സാമ്പത്തിക ഫോറത്തിന്റെ വേദി. ഉത്തരം ദാവോസ്. ലോക ചെസ് സംഘടനയുടെ ലൈവ് റേറ്റിംഗിൽ ഇന്ത്യയിലെ 1-ാം നമ്പർ താരമായത്. ഉത്തരം R പ്രജ്ഞാനന്ദ. 2024 അന്താരാഷ്ട്ര ഫിഷറീസ് കോൺഗ്രസിന് വേദിയാവുന്ന കേരളത്തിലെ സർവകലാശാല. ഉത്തരം കുഫോസ്. ഇന്ത്യയിലെ ആദ്യത്തെ നിർമ്മിത ബുദ്ധി നഗരം നിലവിൽ വരുന്നത് എവിടെയാണ്? ഉത്തരം ലക്നൗ. കേരളത്തിലെ ആദ്യ ദീപാലംകൃത പാലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ഫറോക്ക്. ജനങ്ങളുടെ ആവശ്യങ്ങൾ സ്വീകരിക്കുന്നതിന് തെലങ്കാന സർക്കാർ ആരംഭിച്ച പദ്ധതി. ഉത്തരം പ്രജപാലന പരിപാടി. 2024 രാജ്യാന്തര AI ഉച്ചകോടിക്ക് വേദിയാകുന്ന കേരളത്തിലെ നഗരം. ഉത്തരം കൊച്ചി. 2024 ജനുവരിയിൽ ഇന്തോനേഷ്യയിൽ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതം. ഉത്തരം മൗണ്ട് ലെവോട്ടോബി ലാക്കി. ഇതോടെ 2024 ഫെബ്രുവരി 3 തൊഴിൽ വാർത്തയിൽ വന്ന എല്ലാ കറന്റ് അഫയേഴ്സും ഡിസ്കസ് ചെയ്തിരിക്കുന്നു. ഈ വീഡിയോയിൽ ഞാൻ എമ്മി അവാർഡ്സ് ഉൾപ്പെടുത്തിയിട്ടില്ല. അത് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ വീഡിയോ ഇടാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.